TPM കുക്കിംഗ് ബ്ലോക്കിലെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഒരു 150 കിലോ കോഴി ബിരിയാണിയാണ്, അതായത് നാടൻ ബിരിയാണി. അതാണ് ഇപ്പം ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത്. ഒരു കല്യാണത്തിൻ്റെ പരിപാടിയിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ 150 കിലോൻ്റെ മസാല, അതായത് ഉള്ളി, 150 കിലോ ബിരിയാണിക്കുള്ള ഉള്ളി മസാലക്ക് ഈ ചെമ്പിലാട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ 3 കൂടെ ആക്കും, 1, 2, 3. അപ്പൊ 150 കിലോ അങ്ങനെ ഒരു ചെമ്പിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 50 കിലോത്തേക്കുള്ള മസാല ഇതിലേക്ക് മാറ്റും. വീണ്ടും 50 കിലോത്തേക്കുള്ള മസാല ഈ ചെമ്പിലേക്ക് മാറ്റും. അങ്ങനെ മസാല 3 മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 50 കോഴി 50 കോഴി 50 കോഴി അങ്ങനെ 3 ചെമ്പിലായിട്ട് 150 കിലോ ആയിട്ട് കേട്ടോ. ചെമ്പിൽ നമ്മൾ വെള്ളം വെക്കും കേട്ടോ. ഇതിൽ ഫുള്ള് വെള്ളം വെക്കും. എന്നിട്ട് ചെമ്പിൽ ഏകദേശം ഒരു 75 കിലോ അരി ഇതിലിടും. ഈ ചെമ്പിൽ 75 കിലോ അരി കേട്ടോ, ഒന്നായിട്ടിടും. അപ്പൊ നമ്മൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പൊ അതിലേക്കുള്ള ഉള്ളി ഏകദേശം 65 കിലോന് ഉള്ളി വെട്ടിയതാണിത്. ഈ 1, 2, 3, 4, 5 കൊട്ട ഉള്ളി, 4 കൊട്ട ഉള്ളി കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് നമ്മളൊരു 30 കിലോ പോലെ തക്കാളിയാണ്. അത് കഴിഞ്ഞ് 3 കിലോ പോലെ പച്ചമുളക് ഉണ്ട് കേട്ടോ. 3 കിലോ പോലെ പച്ചമുളക് കേട്ടോ. ഇതൊക്കെ മസാലയ്ക്ക് ചേരുവകൾ ചേർക്കാനുള്ളത് കേട്ടോ. മസാലയ്ക്കുള്ള ചേരുവകളാണിത്. പിന്നെ അത് കൂടാതെ ഏലക്ക, പട്ട, പൂവ്, ജാതിക്ക, ജാതിപത്രി, സാജീരകം, തക്കോലം എല്ലാം കൂടെ കൂട്ടി പൊടിച്ചിട്ടാണ് നമ്മൾ മസാലയിൽ ചേർക്കുക. ഓക്കെ. പിന്നുള്ളതാ മല്ലിച്ചപ്പ്, പുതിന. അത് രണ്ടും കൂടെ ഏകദേശം ഒരു 1.5 കിലോ ചപ്പും പുതിനയും കൂടെ ഉണ്ടാവും കേട്ടോ. 1.5 കിലോ ഉണ്ടാവും. മസാല ഉണ്ടാക്കണ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പൊ മസാല ബാബു ഒരു 5 ദാളിന്റെ പൊട്ടി ചോദിക്കാം. $75 കിലോ അരിയാണ് കേട്ടോ ഈ ചെമ്പിൽ പോകണം. 75 കിലോ അരി. അപ്പൊ 75 കിലോ അരിക്ക് ഒരു ചെമ്പ് വെള്ളം ഏകദേശം കുറച്ച് മുക്കിയിട്ടുണ്ട് ഞാൻ കുട്ടിനെ കൊണ്ട്. അപ്പൊ 75 കിലോ അരിന്റെ വെള്ളമാണ് ഇതിലുള്ളത് കേട്ടോ. മൊത്തത്തിൽ 75 കിലോ അരി ചെമ്പിടാനുള്ളത് ഇതിലിട്ടു. എന്നിട്ട് 2 കൊട്ടക്കരി ചൂറ്റിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ 1 കൊട്ടക്കരി ചൂറ്റിട്ട് ആ വെള്ളം ഇട്ടു. അപ്പൊ നമ്മള് 4 കൊട്ട ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ടോ. 1.5 കിണ്ടൽ മസാലയ്ക്കുള്ള ഉള്ളി 4 കൊട്ട ഉള്ളി ഇതിലിട്ട് കിട്ടാം. ബാബു ബാബു എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ആളാണ്. ഓൻ്റെ ഉപ്പായിട്ടും ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. പിന്നെ മോനായിട്ടും വാപ്പ് തന്നാണ് ഓരോ പണിയൊക്കെ പഠിച്ച് നല്ല ഉഷാറായി അസലായിട്ട് ചെയ്യാൻ വെക്കും. പിന്നെ എല്ലാ പൊറാട്ട തന്നെ പൊറാട്ട ഉണ്ട്, അടിപൊളി പൊറാട്ടയാണ്. ഓക്കെയോ? അപ്പൊ ഒരു ബാറ്റ് ഉപ്പായിരിക്കാം. അവർക്ക് കാരണം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും, പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. അതിനാണ് ഉപ്പുള്ളത് കേട്ടോ. അതെല്ലാം നമ്മൾ അറിയാതാക്കാണിത്. മുമ്പ് തക്കാളി ഉഷാറായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മസാലയിൽ ചേർക്കും. നമ്മൾ ഉപയോഗിക്കുന്ന അരി ഇതാ, ഈ അരി കേട്ടോ. ചെറിയ അരി, റോയൽ ട്രീറ്റ് എന്നറി, റോയൽ ട്രീറ്റ് ഇതാ, ഈ അരിയാണ് ഇതാ നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ അരിയാണ്, സാധാരണക്കാരൻ്റെ അരിയാണ് കേട്ടോ.
അപ്പോൾ വില കുറഞ്ഞ അരി എന്ന് വെച്ചാൽ അത്ര വലിയ വില കുറഞ്ഞതുമല്ല, ഇതൊരു മീഡിയം രീതിയിലുള്ള അരിയാണ്, സാധാരണക്കാരനൊക്കെ പറ്റിയ അരിയാണ്. നല്ല ചോറ് വെച്ച നല്ല അത്യാവശ്യം പെരുപ്പുണ്ടാവും. ഈ അരി നമ്മൾ 1.5 കിൻഡലാണ് ഇട്ടത് കേട്ടോ. ഇത് ചാക്ക് വരുന്നത് 30ന്റെ ചാക്കാണ്. 1, 2, 3, 4, 5, 6 ചാക്കുണ്ട്. 6 ചാക്ക് 7 ചാക്കായി വാടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി എപ്പോഴും എല്ലാത്തിനും വാട്ടർ ചുവപ്പുള്ള കളറുണ്ട്. ഇങ്ങനെ നമ്മളെ കോഴി ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പൊ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. രണ്ട് ചേരുവകൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചേർക്കും. ബാബു ആ ഇഞ്ചി വെള്ളിയൊക്കെ കേട്ടോ ഇടാൻ പോവാണ്. വെള്ളുള്ളി ഇട്ടുണ്ട് കേട്ടോ. ഇഞ്ചിട് അപ്പൊ ഏകദേശം ഇവർക്ക് 3.5 കിലോ ഇഞ്ചോ 3.5 കിലോ വെള്ളുള്ളി കേട്ടോ പെട്ടുള്ളത്. നമ്മളെ ഉണ്ണി പോയി നന്നായിട്ട് കഴുകിയിട്ട് 6-7 കൊട്ടയിലാക്കിട്ടോ. 1.5 കിൻഡൽ ഇറച്ചിയാണിത്. അപ്പൊ ഉണ്ണിയാണിത് കൈകലാരാണ്. ഏത് കോഴിയാണിത്? ഓക്കെ, ലവൻ കോഴിയാട്ടാ. ലവണ് ഉണ്ണി വൃത്തിയായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ണി മാത്രമല്ല കേട്ടോ കഴിക്കണത്, എല്ലാവർക്കും കഴിക്കണം കേട്ടോ. അപ്പോളെ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ആയിട്ടാ നമ്മള് ലൈറ്റ് കളറാണ്. അപ്പൊ ഉള്ളി നല്ലോണം പാടിയിട്ട് ഇഞ്ചും വെള്ളുള്ളി അതിൽ ചേർത്തിട്ട് നല്ലൊരു സ്മെല്ലാണ് വരിക. അപ്പൊ ആ സ്മെല്ല് വരുമ്പോ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാൽ അപ്പായി സ്മെല്ലാണ് ഇതിന്റെ മെയിനായിട്ട് നമ്മളെ ബിരിയാണി ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അപ്പൊ നന്നായിട്ട് സൂപ്പറായിട്ട് ബാബാ തക്കാളി തക്കാളി ഉണ്ടാവും കേട്ടോ. 30 ഗ്രാം തക്കാളിയാണ് ഇടാൻ പോണ്. നന്നായിട്ട് അപ്പൊ തക്കാളി ഒന്ന് വാടി വടയട്ടെ. അപ്പൊ അപ്പൊ നമ്മളെ തൈര് വേവിച്ച ബാബ 4 ലിറ്റർ തൈര് വെക്കാൻ പോണത്. 4 ലിറ്റർ തൈര്. ഓക്കെ, മസാല റെഡി ആയിട്ടുണ്ട്. ഒരു ചെമ്പ്, 2 ചെമ്പ്, 3 ചെമ്പ്, 4ാമത് ചെമ്പ്. അപ്പൊ നമ്മൾ 1.5 കിൻഡലിന്റെ മസാല ഒരു ചെമ്പിൽ റെഡിയാക്കിയിട്ട് 4 ചെമ്പിൽക്കാണ് മാറ്റിക്കണം കേട്ടോ. നമ്മൾ ചെമ്പിലേക്ക് കോഴി ഇട്ടിട്ടാ. ഒരു ചെമ്പിലേക്ക് കോഴി അടുത്തോട്ട് കൊട്ടിട്ടോളൂ. അടുത്ത കോഴി കേട്ടോ. അടുത്ത കോഴി ഈ വറക്കാക്കണം കോഴി. പോട്ടാ 4 ചെമ്പ് കണക്കാക്കി കേട്ടോ. കോഴി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കോഴി നമുക്കൊന്ന് കുറച്ചു നേരം മൂടി വെക്കാം. അപ്പോഴേ മൂടി വെച്ചാലേ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. മൂടിക്കള. രണ്ടര പാക്കറ്റ് ഉപ്പ് കുരുമുളക് പൊടി ആട്ടോ. 100 ഗ്രാം കുരുമുളക് പൊടി കൊടുക്കണ്ടോ. ഗരം മസാല കൊടുക്കപ്പെട്ട് ഏലക്ക, പട്ട, പൂവ്, ജാതിക്ക, ജാതിപത്രി, സാജീരകം, തക്കോലം. അതന്നെ. ഓക്കെ, ഞാൻ എട്ടരുണ്ട്. ഓക്കെ കൊക്കോ കേട്ടോ. തൈര് കൊണ്ടിട്ടാ. ഒരു പാക്കറ്റ് ചിക്കൻ മസാല, അതായത് 100 ഗ്രാം കേട്ടോ. ഓക്കെ, ചിക്കൻ മസാല ഒന്ന് ഇട്ടുണ്ട് കേട്ടോ. 100 ഗ്രാം ചിക്കൻ മസാല അടുത്ത ചെമ്പിൽ കൂട്ട്.
ചിക്കൻ കംപ്ലീറ്റ് വെന്തിട്ടാ ഒക്കെ നല്ല ഉഷാറായിരിക്കും, നല്ല ബന്ധുകൾ. ഇനി ബാക്കി വേവ് ദമ്മിനാവുള്ളൂ. അപ്പോൾ മല്ലിച്ചപ്പ കുറച്ചിട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ മല്ലിച്ചപ്പ് ഒരു 300 മല്ലിച്ചപ്പ്. 75 കിലോന് അരി 5 കൊട്ടലായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 75 കിലോ അരി 5 കൊട്ടലാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കുറച്ച് പെരിഞ്ചീരട്ടുണ്ട് കേട്ടോ, അതാണ് ആ വെള്ളത്തിൽ ഇങ്ങനെ കാണുന്നത്. അപ്പൊ കേട്ടോ കേട്ടോളെ അരി 75 കിലോന് അരിയാണ് ഇടാൻ പോണത്. 75 കിലോ അത്രയും വെള്ളം വെച്ച് വലിയ വട്ടച്ചമ്പാണ്. 75 കിലോ അരിയാണ് അതിലിടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ വെള്ളം ഏകദേശം നമ്മള് അരിപ്പ് ഏകദേശം ചോർപ്പാവട്ടോ. അപ്പൊ നമ്മളൊരു നേരൊരു വേവിലാണ് ഊറ്റിടാൻ പോണത് കേട്ടോ. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 2 തുള്ളൽ തുള്ളിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഊറ്റിടും. പിന്നെ ഒന്ന് വിറ്റിട്ടുണ്ടോ? ആപ്പ് വേവിലാണ് ഇടുന്നത്. ഇതില് കൈതച്ചക്ക, മുന്തിരി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഇത് 4 കൂടെയാണ് ഇപ്പൊ ഇതില് ഉള്ളത്. പക്ഷെ അണ്ടിയില്ലേട്ടാ, അണ്ടില്ലാതെ ബിരിയാണി വെക്കാം. അതാണ് കാരണം നമ്മൾ അണ്ടി എഴുതലേ ഇല്ല. കാരണം അതിന്റെ അണ്ടിക്കാവുമ്പോൾ 1.5 കിലോ 2 കിലോത്തിന് 1500 1500 റുപ്യ. അപ്പൊ കാരണം നമ്മൾ പാവപ്പെട്ടവന്റെ കല്യാണത്തിനൊന്നും അണ്ടി എഴുതില്ല. അപ്പൊ ഇത് മതി, അണ്ടില്ലാതെ ബിരിയാണി ആവട്ടെ. അങ്ങനെ ഒരു സംശയങ്ങൾ തന്നെ വേണ്ട. അണ്ടി വേണം നിർബന്ധം എന്നുള്ള ഒരു പരിപാടി ഇല്ല. അണ്ടി നിർബന്ധം. അപ്പൊ ഇതൊക്കെ ഈ സെന്ററിൽ ചോറുകൾ സെന്ററിൽ ഇങ്ങനെ കൊണ്ടു വിട്ടാൽ ആയ ടേസ്റ്റ് ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെ 4 ചെമ്പിൽക്കും ഞാനിത് ഒപ്പിക്കും. ഓക്കെ, അതിലിട്ടോളി മറ്റേട്ടോളി അടുത്ത ചെമ്പിലേക്ക് കൊണ്ടിട്ടാ മുന്തിരി, കൈതച്ചക്ക, അതായത് ബിരിയാണി എസൻസ് ഒരു തുള്ളി വെച്ച് കുറേശ്ശെ കൊടുക്കുന്നു. ഓരോ ബോട്ടിൽ ഓരോ ദമ്മിൽ കേട്ടോ. ഒരു സൺഫ്ലവർ ഒന്നായിട്ടാ. ഒരു പാക്കറ്റ് ആദ്യം 2 പാക്കറ്റ് സണ്ണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സണ്ണ് കൊടുത്താൽ ആദ്യം അതിന് സണ്ണൊരു പകുതി കൊടുക്കും. പകുതി കുറച്ചാൽ മതി. സണ്ണ് പകുതി അതിന് ഗുണം കൊടുക്കുന്ന ഇത് കൊടുക്കണ്ട, ഇത് എടുക്കണം വേണ്ടല്ലോ. അപ്പൊ നമ്മളെ ബിരിയാണി ദമ്മിടാൻ പോകട്ടോ. അപ്പൊ കൂടി അടച്ചു വെക്കണേ. അപ്പൊ നമ്മളെ 4 ദമ്മും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ദമ്മിൽ ഇങ്ങനെ കെടുക്കണം. 4 ചെമ്പ് കേട്ടോ. 4 ചെമ്പ് ഇങ്ങനെ ദമ്മിൽ കെടുക്കണം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് പൊട്ടിക്കും കേട്ടോ. 4 ചെമ്പ്. ഓക്കെ, 4 ദമ്മും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ദമ്മിൽ ഇങ്ങനെ കെടുക്കണം. 4 ചെമ്പ് കേട്ടോ. 4 ചെമ്പ് ഇങ്ങനെ ദമ്മിൽ കെടുക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് പൊട്ടിക്കും കേട്ടോ. 4 ചെമ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാബു ദമ്മ് പൊട്ടിക്കാൻ പോവാട്ടോ. ഫസ്റ്റ് ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കട്ടെ ചോറ് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ആറ് kg കൊടുക്കണ്ട കേട്ടോ. 6 kg. കുട്ടിക്ക്
അടിയിൽ നിന്ന് പീസ് എടുത്താ പീസൊക്കെ അതാ പഞ്ഞി മാതിരിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ചോറ് പിള്ളേർക്ക് സൈഡൊക്കെ ആണ് മറിയട്ടെ. ഉഷാറാട്ടാ, ചോറ് ഉഷാറാണ്, സൂപ്പറാണ്. അടിപൊളി ചോറാണ്.